ശരി, ശ്രീ നൗഷാദ് അലി, സതീശൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഗവർണർ ചെയ്തത് ശരിയായില്ല, അദ്ദേഹം നിയമസഭയെ അവഹേളിക്കുകയാണ് ചെയ്തത് എന്ന്. അപ്പോൾ ഈ നയപ്രഖ്യാപനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്നാണോ സതീശൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ട ഒരു തലം ഏതാന്ന് വെച്ചാല്, നാളെ ഇന്ത്യ രാജ്യത്തിന്റെ 75ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. ഈ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന്റെ ഒരു വാർഷിക ദിനം കൂടിയാണ്. ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി അവസാനത്തെ യോഗം ചേർന്നത് 950 ജനുവരി 24-ാം തീയതിയാണ്. അന്നത് പൂർത്തിയായി എന്ന് അറിയിച്ചു. 26-ന് അത് പ്രാബല്യത്തിൽ വന്നു. അതിന്റെ 75ാമത് വാർഷികമാണ് വരുന്നത്. ഈ ഭരണഘടനയുടെ 1-ാമത്തെ പരിച്ഛേദത്തിൽ തന്നെ എഴുതി വെച്ചത് ഇന്ത്യ വിവിധ സംസ്ഥാനങ്ങൾ കൂടി ചേർന്നൊരു യൂണിയനാണ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ അധികാരം പരിരക്ഷിക്കാനായിട്ട് നിരവധിയായ ഉപാധികളാണ് ഭരണഘടനയിൽ ഉള്ളത്. അതിലൊന്നാണ് രാജ്യസഭ, സംസ്ഥാനങ്ങളുടെ പ്രതിനിധികൾ ചെല്ലുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ സംസ്ഥാന അസംബ്ലികളുടെ അംഗീകാരം വേണം. ഏതെങ്കിലും ഭരണഘടന അനുച്ഛേദങ്ങളെ പട്ടികയിലുള്ളതിനെയൊക്കെ ഇവിടെ മാറ്റിമറിക്കണമെങ്കിൽ രാജ്യസഭയുടെ 2/3 ഭൂരിപക്ഷം വേണം. ഗവർണർമാർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അതിനകത്ത് നൽകിയിട്ടുണ്ട്. ഗവർണറെ ഏത് നേരവും പിൻവലിക്കാനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്. ഇത്തരത്തിലൊക്കെ ഫെഡറൽ വ്യവസ്ഥിതിയെ കാത്തുരക്ഷിക്കുന്ന ഒരു ഭരണഘടനയുടെ ഓർമ്മ ദിവസത്തിൽ ഈ ഗവർണർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തീർച്ചയായിട്ടും അത് ഈ ഫെഡറൽ വ്യവസ്ഥിതിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലൊക്കെയുള്ള പോരാട്ടത്തിന്റെ ചരിത്രം എന്നൊക്കെയാണ് ഇവിടെ നേരത്തെ BJP-യുടെ സ്നേഹിതം പറഞ്ഞത്. ഇതിനൊക്കെ മണിയടിയുടെ ചരിത്രവും കാല് പിടിച്ച് പദവി വാങ്ങുന്നതിന്റെ ചരിത്രവും പ്രീണനത്തിന്റെ ചരിത്രവും മാത്രമുള്ള മനുഷ്യന്മാരൊക്കെ ജീവിതാവസാന കാലത്ത് തങ്ങൾക്ക് കിട്ടുന്ന അവസാന അവസരം എന്ന നിലയിൽ അവരുടെ ധിക്കാരവും ഫ്രസ്ട്രേഷനും അഹന്തയൊക്കെ കാണിക്കാൻ സുപ്രധാനമായ ഒരു പദവിയെ ദുരുപയോഗപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അത് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മുഖത്തേറ്റ പുഴുക്കുത്തും അത് ഇന്ത്യയുടെ ഫെഡറൽ വ്യവസ്ഥിതിയെ കീറിപ്പറിക്കാൻ ഉതകുന്ന വലിയ ഹാനികരമായ പ്രതിരോധകരമായ ഒരു പ്രവൃത്തിയും പ്രവണതയുമാണ്. അതിനെ ആ തരത്തിൽ തന്നെ സമീപിക്കുന്നത്. ഗവർണർ എന്ത് ചെയ്യണമായിരുന്നു ഇന്ന്? അല്ല, ഗവർണർ എന്ത് ചെയ്യണ്ട എന്നുള്ളതൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാലോ. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഒരു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവും അദ്ദേഹത്തിന്റെ കടന്നുവരവും അദ്ദേഹം സഭയിൽ ചെലവഴിക്കുന്ന സമയവും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ഒക്കെ കാണുന്നത്. അദ്ദേഹം എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമായിരുന്നു എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ വിലയിരുത്തിക്കൊള്ളട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വേറൊരു കാര്യം പറയുന്നത്, ഈ CPM-ന്റെ സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ് നമുക്ക് അറിയാൻ ആഗ്രഹമുള്ളത്. അവര് കേന്ദ്രത്തിനെതിരെ വലിയ സമരം പ്രഖ്യാപിക്കുന്നു, അതിന്റെ വലിയ പ്രചരണ പരിപാടികൾ നടത്തുന്നു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും LDF-ന്റെ കൺവീനറും ഒക്കെ അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്തുന്നു. അയൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കുള്ള ക്ഷണക്കത്ത് മന്ത്രി കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് ആ സമരത്തിന്റെ അടുത്തടുത്ത് വരുന്ന ദിവസങ്ങളിൽ അവരതിനെ സമ്മേളനമാക്കി മാറ്റുകയാണ്. ഇനിയിപ്പോ December 8-ാം തീയതി നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വല്ല അമിത്ഷായോ വല്ല നിർമ്മലാ സീതാരാമനോ ഒക്കെ വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇത്തരത്തിൽ കേന്ദ്രത്തിന് മുന്നിൽ മടിയിൽ കനമുള്ളത് കൊണ്ട് വഴിയിലുടനീളം ഭയപ്പെട്ട് മുട്ടുപിറച്ച് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിന്റെ ഗതികേട് കൂടി ഇതിൽ അനാവൃതമാകുന്നുണ്ട്. ഈ ഗവർണറെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഈ ഇവിടെ ഗവർണറെ പ്രീണിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഗവർണർ ഇവിടെ ഉടക്കിലാണല്ലോ ഇത് നിയമസഭയിൽ വന്നത്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കുന്നില്ല. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ സമയത്ത് എന്താണോ കണ്ടത് അത് തന്നെയാണ് ഇവിടെയും കണ്ടത്. പൂച്ചെണ്ട് കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് അദ്ദേഹം നോക്കുന്നില്ല. തിരികെ നടന്നു വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി നടന്നു വരുന്നത് കണ്ട ഭാവം അദ്ദേഹം നടിച്ചില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന രീതിയിൽ താങ്കൾക്ക് പറയാൻ കഴിയുന്നത്? അല്ല, ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ഉള്ള മഞ്ജുഷ തന്നെയാണ് കുറച്ചു മുമ്പ് എന്നോട് ചോദിച്ചത്. ഗവർണർ പിന്നെ എങ്ങനെ പെരുമാറേണ്ടിയിരുന്നു എന്നാ നിങ്ങൾ പറയുന്നത്? ഗവർണർ അവിടെ ഉത്തരവാദിത്വമൊക്കെ നിർവഹിച്ചു പോയില്ലേ എന്ന് ചോദിച്ചതും മഞ്ജുഷ തന്നെയാണ്. തീർച്ചും കോൺട്രഡിക്ടറി ആയ ചോദ്യമാണ് രണ്ടാമത് ചോദിക്കുന്നത്. എന്നാലും ഞാനതിന് മറുപടി തരാം. ഇവിടെ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറോട് എതിർപ്പുണ്ടെങ്കിൽ, ഫെഡറൽ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി പോകുന്ന കേന്ദ്ര സർക്കാരിനോട് എതിർപ്പുണ്ടെങ്കിൽ നിശിതമായി അത് രേഖപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ആ പാതയിൽ ഉടനീളം മുട്ടുവിറച്ച് കോംപ്രമൈസ് ചെയ്ത് ഈ സംസ്ഥാനത്തെ ജനങ്ങളെയും CPM-ന്റെ പ്രവർത്തകരെ വരെ പരിഹസിക്കുന്ന അവഹേളിക്കുന്ന തരത്തിലൊക്കെ പെരുമാറിയാണ് മുഖ്യമന്ത്രി പോകുന്നത് എന്നുള്ളത് നമ്മൾ ഇതിനോട് കൂടെ ചേർത്ത് വായിക്കണം. ഇവിടെ 1600 രൂപയുടെ പെൻഷൻ 5 മാസം മുടങ്ങിയിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പിച്ചച്ചട്ടിയായിട്ട് തെരുവിലിറങ്ങുമ്പോൾ ഗവർണർക്ക് ഓരോ ആഘോഷങ്ങൾക്കായിട്ട് ഇവര് ശതലക്ഷക്കണക്കിന് രൂപയാണ്
കഴിഞ്ഞൊരു 2 വർഷത്തിനകത്ത് ഇവർ ചെലവാക്കിയത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപക്ക് അടുത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നൽകുന്നു. അദ്ദേഹം ചോദിച്ചത് മുഴുവൻ നൽകുന്നു. ഇതുപോലൊരു ധൂർത്തരെ ഗവർണർ സ്ഥാനം എന്നത് വെട്ടി വിഴുങ്ങാനും ഉത്തരേന്ത്യയിൽ ഉടനീളമുള്ള തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ കേരളം മുഴുവൻ സർക്കാർ ചെലവിൽ കൊണ്ടുനടന്ന് കാണിക്കാനും രാജ്ഭവനിൽ ദർബാറുകളും വിരുന്നും നടത്താനും ഒക്കെയാണ് എന്ന് കരുതുന്ന ഒരു ഗവർണർ എത്തരത്തിലാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് മാതൃക എന്നുകൂടി ബി ജെ പിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ശരി, അത് യുവരാജിനെ കൊണ്ട് പറയിപ്പിക്കാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് BN